കുതിരാൻ തുരങ്കപാതയ്ക്ക് മുകളിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ അപകട സാധ്യതയെന്ന് കേരള വന ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. നിലവിൽ വലിയ വിള്ളലുകളോ മണ്ണിടിച്ചിൽ സാധ്യതയോ കണ്ടെത്തിയിട്ടില്ല എന്നും, എന്നാൽ തുടർച്ചയായി മഴ പെയ്താൽ വെള്ളമിറങ്ങി പാറക്കല്ലുകൾ താഴെ പതിക്കാൻ സാധ്യതയുണ്ടെന്നും പരിശോധനയിൽ വ്യക്തമായി. സാരംഗ് ചേരുകയാണ്. സാരംഗ്, അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. സാരംഗ്. ഷമ്മി, തീർച്ചയായും ഇപ്പോൾ അത്തരത്തിലൊരു സാധ്യത മാത്രമാണുള്ളത്. പക്ഷെ ഇപ്പോൾ ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ ആശങ്കയ്ക്കോ ഇടവരുത്തുന്ന സാഹചര്യം നിലവിലില്ല. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഈ തുരങ്കപാതയ്ക്ക് മുകളിലായി ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നിരുന്നു. ഇപ്പോൾ ഇതാ കേരള വന ഗവേഷണ കേന്ദ്രത്തിന്റെ ഒരു പരിശോധന കഴിഞ്ഞത് റിപ്പോർട്ട് അവർ സമർപ്പിച്ചു ജില്ലാ കളക്ടർക്ക്. ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ അപകട സാധ്യത പതിയിരിപ്പുണ്ട് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയത്. നിലവിൽ വലിയ രീതിയിലുള്ള വിള്ളലുകളോ മണ്ണിടിച്ചിലോ ഇല്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇനിയും മഴ ഇത്തരത്തിൽ തുടർച്ചയായി കഴിഞ്ഞാൽ അത് അപകട സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടും മഴവെള്ളം ഒലിച്ചിറങ്ങിയാൽ പാറക്കല്ലുകൾ അടക്കം താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംരക്ഷണ വേലികൾ ഉൾപ്പെടെ സുരക്ഷിതമായിട്ട് സ്ഥാപിക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ മുകളിലെ ഈ തുരങ്ക പാതയുടെ മുകളിലെ മരങ്ങൾ അനാവശ്യമായിട്ട് വെട്ടുന്നത് ഉൾപ്പെടെയുള്ളവ തടയണം. മഴവെള്ളം സുഗമമായിട്ട് ഒഴുകാൻ വേണ്ട പദ്ധതികൾ നടപ്പിലാക്കണം. അതായത് ഈ അവിടെയുള്ള നിലവിലുള്ള ചാലുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ച് വെള്ളം ഒഴുകി പോകാനുള്ള ഇടവരുത്തണം. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് തന്നെ പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉണ്ട്. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് നടപടികളൊക്കെ തന്നെ ഉടനെ ആരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഷമ്യ. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.